ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ഡെമോക്രാറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് മാറുമെന്നാണ് 99% അമേരിക്കൻ മീഡിയ, അതായത് ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന വാഷിങ്ടൺ പോസ്റ്റ് ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും CNN അവർ പറയുന്നത് ബൈഡൻ മാറാനുള്ള സാധ്യത 99% ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ നടന്ന ട്രംപ് വേഴ്സസ് ബൈഡൻ ഡിബേറ്റ്, അതായത് അറ്റ്ലാന്റയിൽ CNN നടത്തിയ ഡിബേറ്റിൽ ബൈഡൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്ത് മാത്രമാണ് വലിയ സർവേ നടന്നു. അതിനിടയ്ക്ക് ബൈഡനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ, ലോബിയിസ്റ്റുകൾ, അങ്ങനെ പലരും, അതായത് ഡെമോക്രാറ്റ്സിലെ സീനിയറായിട്ടുള്ള സെനറ്റ് മെമ്പേഴ്സ്, ഗവർണേഴ്സ്, അതേപോലെ ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന പലരും. അപ്പോൾ അതിനകത്ത് ഇന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം വായിച്ചപ്പോൾ മനസ്സിലായത്, അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ കോ ഫൗണ്ടർ, കാരണം ഏറ്റവും കൂടുതൽ ഡെമോക്രാറ്റ്സിനെ ഫണ്ട് ചെയ്യുന്നയാളാണ് അദ്ദേഹം. ബൈഡനുമായിട്ട് നേരിട്ട് കാണാനും സംസാരിക്കാൻ ഡിന്നറിന് സംസാരിച്ചു. ആ സമയത്തൊക്കെ ബൈഡൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു റെസ്പോൺസ് ഉണ്ടായി, അതായത് തനിക്ക് മത്സരിക്കാൻ, കാരണം ഈ ഒരു കണ്ടീഷനിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും, അപ്പോൾ അത് ഡെമോക്രാറ്റ്സിൻ്റെ ചില ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ തന്നെ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷേ കമലാ ഹാരിസ് ബൈഡനും പുറത്ത് പറയുന്നത് ഇപ്പോഴും ബൈഡൻ തന്നെ മത്സരിക്കും, കമലാ ഹാരിസ് വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കും, ഇതാണ് പുറത്ത് പറയുന്നത്. പക്ഷേ തീരുമാനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അമേരിക്കൻ മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കേഴ്സും ബൈഡൻ മാറി നിൽക്കണം, ഒരു നല്ല മത്സരം ട്രംപിനെതിരെ കൊടുക്കാൻ കഴിയില്ല എന്ന് വരെ വ്യാഖ്യാനങ്ങൾ തുടങ്ങി. ഇനി നമ്മൾ കടക്കാൻ ആരാണ് അടുത്ത ചോയ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ, അവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ചിലപ്പോൾ അവർ മത്സരിച്ചാൽ ട്രംപ് തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ഒപ്പീനിയൻ, അതായത് സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നു. അപ്പോൾ അതിനകത്ത് ലേറ്റസ്റ്റ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് മിഷേൽ ഒബാമ കാൻഡിഡേറ്റായിട്ട് വരികയാണെങ്കിൽ 50% മിഷേൽ ഒബാമ ജയിക്കും, 50-ൽ കൂടുതൽ ശതമാനം മിഷേൽ ഒബാമ ജയിക്കുമെന്നും ട്രംപിൻ്റെ സാധ്യത 35% മാത്രമേ കാണുന്നുള്ളൂ എന്നും ഒരു ഇൻഡിപെൻഡൻറ്റ് സർവേ ഏജൻസി പറഞ്ഞു കഴിഞ്ഞു. അതായത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പം ബൈഡനും ഈ പറയുന്ന പല കാര്യങ്ങളോടും ഇപ്പം അദ്ദേഹം ജെറ്റ് ലാഗ് ആയിരുന്നു, അതിൻ്റെ, അതായത് വളരെ നേരത്തെ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചു, അതിൻ്റെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ചൊവ്വേ പ്രസംഗിക്കാൻ കഴിയുക, ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്നൊക്കെ പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വളരെ ക്ലാരിറ്റി. കാരണം ഇപ്പോൾ അദ്ദേഹം എലക്ട് ചെയ്യുകയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് 86 വയസ്സാണ്. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്, അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ബൈഡൻ, അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു പവർഫുൾ രാജ്യം, ഒരു പവർഫുൾ ഡിഫൻസ്, ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുവാൻ ബൈഡനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള അഭിപ്രായവും ഡെമോക്രാറ്റ്സിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അമേരിക്കൻ പത്രങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുവാണ്, കാരണം ഞാൻ ഡിജിറ്റൽ കോപ്പികളാണ് വായിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബൈഡൻ മാറി നിൽക്കണം. ഇനി മിഷേൽ ഒബാമ വരുവാണ്. അവർ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഒബാമ പ്രസിഡൻ്റായ ശേഷമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡെമോക്രാറ്റ്സ് തന്നെ ചില നിബന്ധനകൾ ഒബാമയ്ക്ക് മിഷേലിനെതിരെ വെക്കുകയുണ്ടായി. കാരണം അവർ കൂടുതൽ ആക്റ്റീവായിട്ട് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യരുത്, പ്രസിഡൻറ്റിൻ്റെ ഭാര്യയായിട്ടിരിക്കണം, അതൊക്കെ അവർ പൂർണ്ണമായിട്ട് ലംഘിച്ചിട്ട് പല സോഷ്യൽ ആക്ടിവിറ്റീസിൽ, ഷിക്കാഗോക്കാരിയാണ്, അവർ വളരെ ഇൻവോൾവ് ആകാൻ തുടങ്ങി. നല്ല എലക്വൻ സ്പീക്കറാണ്. അതേപോലെ തന്നെ അവർ അമേരിക്കൻ പട്ടാളക്കാരുടെ ഭാര്യമാർ, അവരുടെ ഒരു ഓർഗനൈസേഷനുണ്ട്, അതിനകത്തും പല ചാരിറ്റി പ്രോഗ്രാമിനകത്തും ഗ്ലോബൽ വിഷയത്തിനകത്തും മിഷേൽ ഒബാമ വളരെ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമേരിക്കൻ ജനത അവരെ ശ്രദ്ധിക്കാൻ, പിന്നെ അവരുടെ ഒരു പുസ്തകം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഗ്ലോബൽ പേഴ്സണാലിറ്റിയുടെ സാധ്യതയിലേക്ക്, ഉയരത്തിലേക്ക് വന്നു. ഇതാണ് അവരെ പറ്റി. പിന്നെ ഈ പറയുന്ന ഡെമോക്രാറ്റ്സിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ നേരത്തെ പലരും മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട റോളിലോട്ട് മിഷേൽ ഒബാമയുടെ വരികയും പിന്നെ ക്യാമ്പയിൻ്റെ പാർട്ടായി മാറുകയും ചെയ്തു.
അപ്പം മിഷേൽ ഒബാമയ്ക്കാണ് ബൈഡൻ മാറിയാൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഡെമോക്രാറ്റ്സിൻ്റെ കാൻഡിഡേറ്റ് ആകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ്. പിന്നെ രണ്ടാമത്തെ ചാൻസ് കാണുന്നത് കമല ഹാരിസിനാണ്. ഈ രണ്ട് പേരാണ് ഈ പുതിയ അമേരിക്കൻ മീഡിയയിലും അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ചാൻസ് മിഷേൽ ഒബാമയ്ക്കാണ് കൂടുതൽ ചാൻസ് കമല ഹാരിസിനേക്കാളും. കാരണം പുതിയൊരു കാൻഡിഡേറ്റ്, പിന്നെ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ഗ്ലോബലായിട്ട് പറയാനും ഒരു സംഭവമുണ്ട്. കാരണം ഒരു ബ്ലാക്ക് അത് മത്സരിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീ മത്സരിക്കുന്നു, പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട്. അപ്പം ഇതിന് പല വ്യാഖ്യാനങ്ങളും സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. പിന്നെ ഡെമോക്രാറ്റ്സിൻ്റെ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് മിഷേൽ ഒബാമ മത്സരിക്കുകയാണെങ്കിൽ ട്രംപ് തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വല്ലാത്തൊരു പോയിൻ്റാണ്. കാരണം അങ്ങനെ വരുവാണെങ്കിൽ ട്രംപാണ് പ്രൈമറി നടത്തി ഇന്ന് വരെയുള്ള എല്ലാ സർവേയിലും ട്രംപ് ബൈഡൻ്റെ മുകളിൽ വളരെയധികം വ്യക്തമായ സ്ഥാനം ക്രിസ്റ്റൽ ക്ലിയറാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പറയുന്നത് മിഷേൽ ഒബാമ മത്സരിക്കുകയാണെങ്കിൽ ട്രംപ് തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പൊളിറ്റിക്സിലാണെങ്കിലും അമേരിക്കൻ ഡെമോക്രസിയിലാണെങ്കിലും അത് വലിയ സംഭവമായിട്ട് മാറാൻ ഗ്ലോബലി ഉള്ള ഡിസ്കഷനായിട്ട് മാറുകയാണ്. അതായത് ഇപ്പം ഗ്ലോബൽ ചാനലെല്ലാം മിഷേൽ ഒബാമയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. കാരണം അമേരിക്കൻ മീഡിയയെ ഫോളോ ചെയ്തിട്ടാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത്. അതായത് മിഷേൽ ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ ചേഞ്ച്, അമേരിക്കയുടെ പെർസെപ്ഷൻ മാറും. അമേരിക്ക പല അറബ് രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും അമേരിക്ക എങ്ങനെ കാണുന്നു, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങൾ എങ്ങനെ കാണുന്നു, ആ പെർസെപ്ഷനും മാറ്റമുണ്ടാകും. അതുകൊണ്ട് മിഷേൽ ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് ആകുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത് എന്നുള്ള വ്യാഖ്യാനം പൊതുവെ ഈ ഒപ്പീനിയൻ മേക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ സംഭവം വളരെ ക്ലിയറാണ്. ബൈഡൻ മത്സരിക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം അദ്ദേഹം തന്നെ അടുത്ത വരാൻ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനം അറിയാം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയിട്ട് ഈ മിഷേൽ ഒബാമയുടെ പേര് മുന്നോട്ട് വരികയും അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് അമേരിക്കൻ പ്രസിഡൻ്റ് എന്നതാണ് ഇപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയുവാൻ കഴിയുന്നത്.